ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ അതെ, ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്താ, അത്യാവശ്യം നല്ല പനി തന്നെയായിരുന്നു. വൈറൽ ഇൻഫെക്ഷൻ ഇത്തിരി കണ്ടമാനമായി പോയി. അതെങ്ങനെ അങ്ങനെ കൂടിയെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല കേട്ടോ. കാരണം നമ്മൾ തുടക്കത്തിലെ ആശുപത്രി കൊണ്ടുപോയി അല്ലേ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഞായറാഴ്ചയാണ് പനി സ്റ്റാർട്ട് ചെയ്തത്. ഞായറാഴ്ച പോയിട്ട് നമ്മളിവിടെ കാഷ്വാലിറ്റി കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞായിരുന്നു, പനി കുറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ പീഡിയാട്രിഷ്യനെ കൊണ്ട് കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ സെൻറ്റ് ജോൺസിൽ കൊണ്ട് കാണിച്ചത്. പിറ്റേ ദിവസം ഒരു രാവിലെ ഒന്നും വലിയ അന്ന് പനിച്ചിട്ടേ ഇല്ല കേട്ടോ. അന്ന് ഉച്ച കഴിഞ്ഞ് പനിച്ച് നമ്മൾ മരുന്ന് കൊടുത്തു. വൈകിട്ടായപ്പോഴത്തേനും പനി നോർമലായി. രാവിലെ ആയപ്പോഴത്തേനും കുഴപ്പമില്ലാന്ന് തോന്നി, വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഉച്ചയായപ്പോഴത്തേനും വീണ്ടും ഒരു 11-12 മണിയൊക്കെ ആയപ്പോഴത്തേനും വീണ്ടും നല്ല രീതിക്ക് പനിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കൊണ്ടുപോയത്. 2 ദിവസം, അതായത് തിങ്കളാഴ്ച നല്ല രീതിക്ക് പനിച്ചു. പിന്നെ ചൊവ്വാഴ്ച ആയപ്പോഴത്തേനും പനി കൂടി. അതായത് എത്രത്തോളം ഉണ്ടായിരുന്നു, ഇവിടുന്ന് പോയതിനേക്കാളും കൂടുകയും ചെയ്തു. അത് അങ്ങ് സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുമായിരുന്നു. ഒരു കുറവുമില്ല, മരുന്ന് കൊടുത്തിട്ട് ഒരു കുറവുമില്ല. അപ്പോൾ നമുക്ക് അങ്ങ് ഭയങ്കര പേടിയായിപ്പോയി. കാരണം എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ലല്ലോ. കാരണം എന്തുകൊണ്ടാണ് കുറയാത്തതെന്ന് നമുക്കറിയത്തില്ല. കുഞ്ഞല്ലേ, അതായത് നമുക്ക് നമ്മുടെ ഒരു ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളെന്നും നമുക്ക് എന്തൊക്കെയാണ് ഇത് വയ്യാഴികളെന്ന് നമുക്ക് പറയാം. പക്ഷേ ചെക്ക് ചെയ്ത് നോക്കിയാലും ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുമായിരുന്നു. അപ്പം നമുക്കൊരു ടെൻഷനായി പോയി. കാരണം എന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ, നമ്മളെ സംബന്ധിച്ചോളം അതാണല്ലോ. കാരണം നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം മരുന്ന് കൊടുത്ത്, 2 പ്രാവശ്യം മരുന്ന് കൊടുത്ത്, 3-ാമത്തെ പ്രാവശ്യം ആകുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് കുറയും എന്നുള്ളതാണ്. അവർ പറഞ്ഞത്, ഡോക്ടർമാർ പറഞ്ഞത് വൈറൽ ഫീവർ ആണ് എന്നുള്ളതാണ്. വൈറൽ ഫീവർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് കുറയാതെ നിന്നിരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ 2-ാമത്തെ ദിവസമാണ് 3-ാമത്തെ ദിവസമാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേനും പറഞ്ഞായിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ ഈ ചുമന്ന് തടിക്കുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മളത് കണ്ടില്ല. ഡോക്ടർ ഇത് കണ്ടിട്ട് പറഞ്ഞു ഇതിന്നാണ്. കാരണം മുഖത്തൊക്കെ മുഖത്ത് അത് ഇടയ്ക്ക് അവളിങ്ങനെ ഈ മാന്തം ചെറിയ നഖം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കത് വെട്ടാൻ പറ്റിയില്ല, ഹോസ്പിറ്റലായതുകൊണ്ട്. അപ്പം അതാണ് നമ്മൾ ഓർത്തത്. പക്ഷേ ഡോക്ടർ ഇങ്ങനെ ഈ ഇവിടെ ഉടുപ്പ് മാറ്റി നോക്കുമ്പോൾ ചങ്കിൻ്റെ ഒക്കെ ഇവിടെ ആയിട്ട് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാൽ തുടങ്ങും. അത് പേടിക്കാനൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്, അത് മാറിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഡോക്ടർ, അതായത് ചെറുതായിട്ടൊന്ന് പനി കുറഞ്ഞായിരുന്നു. ഒരു 2-ാമത്തെ ദിവസം ആയപ്പോഴത്തേനും പനി കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു നമുക്ക് മരുന്ന് നിർത്തി നോക്കാം, കുഴപ്പമില്ല എന്ന് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ വൈകിട്ട് മരുന്ന് കൊടുത്തില്ല, രാവിലെ മരുന്ന് കൊടുത്തു. ഇപ്പോൾ പനിച്ചില്ല. തലേദിവസം വൈകിട്ട് തൊട്ട് പനി കുറഞ്ഞു വന്ന് പിന്നെ ആ മരുന്ന് കുറച്ച് ഒരു 5:30 ആയപ്പോൾ വീണ്ടും പനി സ്റ്റാർട്ട് ചെയ്തു. നല്ല രീതിക്ക് പനിച്ചു. എന്ന് പറഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ അങ്ങ് ഇതായി. കാരണം പിന്നെ ആൻറ്റിബയോട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ആ സമയമായപ്പോഴത്തേനും. അങ്ങനെയാണ് അതൊരു കോഴ്സ് ഉണ്ടല്ലോ, ആ കോഴ്സ് കഴിയാതെ മാറില്ല എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു കേട്ടോ. എന്നാലും നല്ല രീതിക്ക് പേടിച്ചു. നല്ല രീതിക്ക് അങ്ങ് ഭയങ്കര ക്ഷീണമായി. ഇപ്പോൾ ആദ്യത്തെ ആ ചെന്ന ഒരവസ്ഥയിലായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം ചിരിച്ച മുഖത്തോടെ കാണുമ്പോൾ നമുക്കും ഒരു സങ്കടമാണ്. പോലും ചിരിക്കുമായിരുന്നു. അറിയാലോ, കുഞ്ഞുങ്ങളാകുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ടും അങ്ങ് ഭയങ്കരമായിട്ട് ക്ഷീണമാകും. പിന്നെ എന്താ, നമ്മളങ്ങ് ഭയങ്കര ടെൻഷൻ അടിച്ചു പോയി. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പനി ഉണ്ടാവുന്നത്. കാരണം നമ്മൾ വാക്സിനേഷൻ എടുക്കുമ്പോഴൊക്കെ അത് കൂടരുതെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പക്ഷെ അത് സത്യം പറഞ്ഞാൽ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ ഭയങ്കര ഇതായി പോയേനെ. കാരണം നമ്മൾ മരുന്ന് നമുക്ക് മരുന്ന് ആദ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ അത് പ്രത്യേകം പറഞ്ഞാണ്, നിങ്ങൾ മരുന്ന് കുറഞ്ഞില്ലെങ്കിൽ കൊണ്ട് പീഡിയാട്രിഷ്യനെ കാണിക്കുന്നത്. അത് നമുക്ക് മനസ്സിലുണ്ടായിരുന്നു. കാരണം നമ്മൾ പിന്നെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന രീതി കൊണ്ടാണ് നമ്മൾ എന്താണെങ്കിലും കൊണ്ട് കാണിച്ചതിന് ഒരു ഭയങ്കര ഇതായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലും മരുന്ന് കുറയും എന്നുള്ള വിചാരത്തിലായിരുന്നു. കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെയാണ്. കാരണം നമ്മൾ ഞങ്ങളോട് ചോദിച്ചായിരുന്നു വീട്ടിലാർക്കെങ്കിലും ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ പുറത്തെവിടെയും പോയായിരുന്നോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. നമ്മളങ്ങനെ യാത്രയായിട്ട് അങ്ങനെ പോകുന്നില്ല. നമ്മൾ സിനിമ കാണാൻ പോയെന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ്. നമുക്ക് അറിയത്തില്ല അതിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. കാരണം നമ്മൾ അങ്ങനെ ക്രൗഡുള്ള ഒരു ഏരിയയിൽ നമ്മൾ അന്ന് സൺഡേ രാവിലെ പള്ളിയിൽ പോയെങ്കിലും അല്ല, അതെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഞാൻ വെളിയിലായിരുന്നു കേട്ടോ. കാരണം കുറച്ച് വഴക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ വെളിയിൽ തന്നെയായിരുന്നു. നമ്മൾ പുറത്തോട്ട് പോകാൻ അല്ല അകത്തോട്ട് കയറി പോകാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെയാണ്. എന്തായാലും
ഇപ്പോൾ ആൾ ഓക്കെയാണ്, വലിയ കുഴപ്പങ്ങളില്ലാതെ. ക്ഷീണം അങ്ങനെ തന്നെയുണ്ട്, പക്ഷെ പനിയില്ല. ആന്റിബയോട്ടിക് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് ഇവിടെ വന്നപ്പോഴും ഉണ്ടായിരുന്നു, രണ്ട് ദിവസത്തിനുണ്ടായിരുന്നു കേട്ടോ മരുന്ന്. അത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം മരുന്നൊക്കെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാരണം പറയുമല്ലോ, കാരണം ഇടയ്ക്ക് നമുക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇടയ്ക്ക് ചെറുതായിട്ട് ചുമച്ചായിരുന്നു. കുറഞ്ഞു പോയായിരുന്നു. ഓരോ ദിവസം ചെന്നപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, പൊടിക്ക് കുറവായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ, അതാ പിറ്റേ ദിവസം പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി. അതാണ് ഭയങ്കര ഇതായത്. കാരണം അത് ഒരു ഇച്ചിരി ഇതാണ്, കൺസേൺ ആണ്. കാരണം അതങ്ങനെ കുഞ്ഞു പിള്ളേരല്ലേ, അവർക്ക് ഇതിങ്ങനെ കുറഞ്ഞ വഴി ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ കുറെ വേറെ ടെസ്റ്റൊക്കെ നടത്തി നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അത് കൗണ്ടൊക്കെ തിരിച്ചു വന്നു. നമ്മളൊരു ഇത് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ സംഭവം ഇത് ചെയ്തു. പിന്നെ നമ്മളെന്താ ശനിയാഴ്ച നമ്മൾ ഡിസ്ചാർജ് ആയി. ഇപ്പോൾ 2 ദിവസം ആയിക്കോട്ടെ വീഡിയോ എടുത്തു. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മെയിൻ ചാനലിൽ വീഡിയോ ഇട്ടു, പക്ഷെ അതിൽ കാണാത്ത കുറെ പേര് ഇത് കാണുന്നുണ്ടാവും. അതിൽ കണ്ടവര് സ്കിപ്പ് ചെയ്തോളൂ അല്ലേ? അല്ല, നമ്മൾ പറഞ്ഞ അത് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി വീഡിയോ കണ്ടു. ഇതിൽ ഒത്തിരി പേര് കമന്റ് ചെയ്യുന്നുണ്ട്, എന്താണ് കുഞ്ഞിന് എന്താ പറ്റിയത് ശരിക്കും അറിയത്തില്ല, ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ചോദിക്കാം കേട്ടോ കുഞ്ഞിന് എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചാൽ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുഞ്ഞിന് പറ്റിയത് ഇതാണ് കേട്ടോ, വൈറൽ ഇൻഫെക്ഷൻ കുറച്ച് കൂടിപ്പോയി. അപ്പം അവിടെ പനിയായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്, പക്ഷെ കുറച്ച് എല്ലാവരിലും ഒന്നും ഈ ഒരു റാഷസ് കാര്യങ്ങൾ വരാറില്ല. അത് അതുപോലെ കൂടിയത് അല്ലേ, അതുപോലെ കൂടിയതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത് ഇത്ര ഇതായത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു പേടി. കാരണം അത് ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതങ്ങ് നല്ലതുപോലെ കൂടിയിട്ടേ കുറയുള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം അതാണ് ഈ വൈറൽ ഫീവർ, ഡോക്ടർമാർ പറഞ്ഞാണ്, നമുക്കറിയില്ല. വൈറൽ ഫീവറിൻ്റെ ഒക്കെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിക്ക് അത് അതിൻ്റെ മാക്സിമം പോയിട്ടേ അതങ്ങ് കുറഞ്ഞു വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സത്യമാണ്. നമുക്ക് നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് ഉദാഹരണം വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ ഒരു അനുഭവം വെച്ചിട്ടാണ് പറഞ്ഞത് ശരിയാണ്. കാരണം ആദ്യം പനി കുറഞ്ഞു. ഇവിടെ ആയിരുന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾ മരുന്ന് കൊടുത്തപ്പം ആദ്യം നല്ല 1 or 2 ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ നോർമൽ അവസ്ഥയിലായി, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ മരുന്ന് അല്ല, ഒരു നേരം കൊണ്ടാണ്, അതായത് രാവിലെ ആയപ്പോൾ നോക്കുമ്പോൾ ചെറുതായിട്ട് പനിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു നേരം കൂടെ നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒന്ന് ഇത് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി നേരത്തെ പോയനെ. പക്ഷേ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ പനിക്കും, ഒന്ന് കുറയും, പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അത് അങ്ങനെ തന്നെയായിരുന്നു. അവിടെ ചെന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. നല്ലപോലെ കൂടിയിട്ട് പിന്നെ കുറഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഇപ്പം ഓക്കെയാണ്. ഇപ്പം വലിയ കുഴപ്പങ്ങളില്ലാതെ, അതായത് ക്ഷീണമുണ്ട്, അതെന്തായാലും ഉണ്ടാവുമല്ലോ. കാരണം നമുക്ക് മുതിർന്നവർക്കാണെങ്കിൽ പോലും ഈ ഒരു കുറച്ച് ദിവസം ഇത്രയും നല്ല രീതിക്ക് പനിച്ചല്ലേ, ഒരാഴ്ചയോളം നമ്മളവിടെ ഹോസ്പിറ്റലുണ്ടായിരുന്നു. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്, അവക്കുണ്ട്. അപ്പം ആ ഒരു ക്ഷീണത്തിൻ്റെ ഇങ്ങനെ നമുക്ക് തന്നെ ഭയങ്കര ക്ഷീണമായി പോയി. ഞാൻ 2 ദിവസം അല്ലെ, ഞങ്ങൾക്ക് വരാൻ 2 പ്രാവശ്യം വീട്ടിൽ വന്നുള്ളൂ. ഞാൻ ഡെയിലി വരുമായിരുന്നു. അപ്പം എന്നിട്ട് പോലും നമുക്ക് അവിടെ ഒരു ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. കാരണം എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെതായ ഒരു ഇത് അത് നമുക്കും ഉണ്ട്, അവക്കും ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് അവളെ ഒട്ടും കിടക്കുന്നില്ലായിരുന്നു, ഉറങ്ങുന്ന ഒരു സമയം മാത്രം അങ്ങനെ കിടക്കും. അല്ലാത്തപ്പോൾ എപ്പോഴും ഈ മരുന്ന് കൊണ്ടുള്ള ക്ഷീണം കൊണ്ട് കിടക്കുന്നതാണ്. നോർമലി ഉറങ്ങുന്നതല്ല, അതാണ്. അതായത് കുറച്ച് അതിൻ്റെ ഇത് മാറിക്കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് എഴുന്നേക്കും. അതായത് സെക്കൻഡുകൾ കൊണ്ടായിരിക്കും അവൾ എഴുന്നേക്കുന്നത്. നല്ലൊരു ഉറക്കമൊന്നും ചില സമയത്ത് ക്ഷീണം കാരണം നല്ലപോലെ ഉറങ്ങിപ്പോകും. അപ്പോൾ അതൊക്കെയാണ്. ഇപ്പം കുഴപ്പങ്ങളൊന്നുമില്ല, ദൈവാനുഗ്രഹം കൊണ്ട്. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട്. കാരണം നമുക്ക് ഭയങ്കര ഇതായിപ്പോയി, ടെൻഷനായിപ്പോയി. നമുക്ക് എന്താണ് പറയേണ്ടതെന്ന്, എന്താണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ അച്ഛാ, നമുക്ക് ഹോസ്പിറ്റലിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണോ? കാരണം ഒരു തരി പോലും കുറയണില്ല. നമുക്ക് ടെൻഷനല്ലേ, വേറെ എവിടെയെങ്കിലും. സത്യം പറഞ്ഞാൽ അവിടെ കിട്ടുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് വേറെ എവിടെയും കിട്ടാനുള്ളെന്ന് തോന്നുന്നു. നമ്മളത് ട്രീറ്റ്മെന്റ് പോയാൽ പോലും ആദ്യം തൊട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. കാരണം അതങ്ങനെയാണല്ലോ. പിന്നെ അവർ കോഴ്സ്, അതായത് ഒരു ആന്റിബയോട്ടിക്കിന്റെ കോഴ്സ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ഇത്ര ദിവസം ഉണ്ടല്ലോ. അത് അങ്ങനെയാണല്ലോ. ഒരു ടെൻഷനാണ് എല്ലാവർക്കും, അങ്ങനെയാണല്ലോ. അപ്പം അതുകൊണ്ടാണ് എന്തായാലും നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു. ഒരുപാട് പേര് പ്രാർത്ഥിച്ചതിൻ്റെയും എല്ലാത്തിൻ്റെയും ഫലമായിട്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ ആൾ ഓക്കെയാണ്. അപ്പം അത്രേ ഉള്ളൂ അല്ലേ? അത്രയേ ഉള്ളൂ. ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ, എല്ലാവരും ചോദിച്ചിരുന്നത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ഈ കാര്യം തന്നെ പറഞ്ഞിട്ട് വീഡിയോ എടുത്തത്. അപ്പം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുക, ഇനി അല്ലാത്തവർക്ക് സപ്പോർട്ട് ചെയ്യുക. അവക്കുട്ടൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ? അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.